നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ വേൾഡ് കപ്പിലെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ അവസാനിച്ചല്ലോ. സ്കോട്ട്ലൻഡിനെതിരെ ഗംഭീരമായിട്ടുള്ള വിജയം തന്നെ ബ്രസീൽ നേടിയിരിക്കുകയാണ്. ഏകപക്ഷീയമായ 3 ഗോളുകളുടെ വിജയം ബ്രസീൽ നേടി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് അവർ റൗണ്ട് ഓഫ് 32ലേക്ക് കടക്കുമ്പോൾ ബ്രസീൽ ടീമിൻ്റെ പ്രകടനം വിലയിരുത്തുകയാണ് കോച്ച് കാർലോ ആഞ്ചലോട്ടി. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഞങ്ങളൊരു ടീമായി മാറിയിട്ടുണ്ട്, വളരെ ഒത്തൊരുമയോടുകൂടി മികച്ച രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം അദ്ദേഹം റയാനെ പുകഴ്ത്തുന്നു, വിനിയെ പുകഴ്ത്തുന്നു. അദ്ദേഹത്തിൻ്റെ കളിക്ക് ശേഷമുള്ള വാക്കുകളിലേക്കൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, ഇപ്പോൾ ഞങ്ങളൊരു ടീം എന്ന രൂപത്തിലാണ് കളിക്കുന്നത്, കൃത്യമായിട്ടുള്ള ലക്ഷ്യം വെച്ച് ഞങ്ങൾ പോകുന്നു. ഇപ്പോൾ ഞങ്ങൾ പെർഫെക്റ്റ് ആണ് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ കാര്യങ്ങൾ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ഞങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു, നല്ല രൂപത്തിൽ ഞങ്ങൾ മത്സരം കൺട്രോൾ ചെയ്യുന്നു. ഞാൻ വളരെ ഹാപ്പിയാണ്, കാരണം ടീം ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ വളരെ സോളിഡാണ്. അതോടൊപ്പം തന്നെ നോക്കൗട്ട് സ്റ്റേജിലേക്ക് വരുമ്പോൾ ആ സോളിഡിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾക്കിപ്പോൾ ഒരു സോളിഡ് ടീമുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഫസ്റ്റ് ഗെയിം വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഞങ്ങൾ വളരെ കുറച്ച് എറേഴ്സ് ഇപ്പോൾ വരുത്തുന്നുള്ളൂ. കൂടുതൽ റിതമുണ്ട്, കൂടുതൽ മുന്നേറ്റത്തിലാണെങ്കിൽ കൂടുതൽ എഫക്റ്റീവ്നെസ് ഉണ്ട്. തീർച്ചയായിട്ടും ടീം ഒരുപാട് മുന്നോട്ട് പോയി എന്നാണ് കാർലോ ആഞ്ചലോട്ടി വിലയിരുത്തുന്നത്. ഈ കളിയിൽ ഇപ്പോൾ റാഫിഞ്ഞയുടെ പൊസിഷനിൽ വന്നത് റയാനാണ്. റയാൻ മികച്ച പ്രകടനം നടത്തി, ചെറിയ പ്രായമാണ്, അപ്പോൾ അവനെ പുകഴ്ത്തുന്നുണ്ട് കോച്ച്. തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നു, റയാന് ഒരു കംപ്ലീറ്റ് ജോബാണ് ഡിഫെൻസീവ്ലി ആൻഡ് ഒഫെൻസീവ്ലി ചെയ്തിട്ടുള്ളത്. വളരെ മികച്ച രൂപത്തിലാണ് അവൻ കളിച്ചിട്ടുള്ളത്. വളരെ സാറ്റിസ്ഫൈഡ് ആണ് അവൻ്റെ ആ ഒരു പ്രകടനത്തിൽ. ഇങ്ങനെ കളിക്കുമ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അവൻ വളരെ യങ്ങാണ്, അവൻ മെച്യൂർഡാണ്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അവന് ക്വാളിറ്റി ഉണ്ട്. ഈ രൂപത്തിൽ അവൻ മുന്നോട്ട് പോയാൽ എത്ര ദൂരം പോകുമെന്ന് നമുക്കാർക്കും പറയാൻ പറ്റില്ല എന്നുകൂടി കോച്ച് പറഞ്ഞു. പിന്നെ നെയ്മറുടെ മടങ്ങി വരവിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. നെയ്മർ അത്രയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നെയ്മർ ഡിസർവ് ചെയ്താണ് ഈ മടങ്ങി വരവ് എന്ന് പറയുന്നു കോച്ച്. അതോടൊപ്പം വിനി ജൂനിയറെ അദ്ദേഹം പ്രൈസ് ചെയ്യുന്നുണ്ട്. ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് ഇപ്പോൾ വിനി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം. തീർച്ചയായിട്ടും വളരെ സാറ്റിസ്ഫൈങ് ആണ് വിനി ഇങ്ങനെ തിളങ്ങുന്നു എന്നുള്ളത്. കാരണം എനിക്ക് വിനിയുടെ മികവിൽ ഒരു ഘട്ടത്തിലും ഒരു സംശയവും തോന്നിയിട്ടില്ല. തീർച്ചയായിട്ടും അവനെ ദേശീയ ടീമിൽ കളിക്കുന്ന അവനൊരു ഹോണറായിട്ടാണ് അവൻ കാണുന്നത്. തീർച്ചയായിട്ടും അവൻ വളരെ മികച്ച രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഗോളടിച്ചു, ഹെഡർ ഗോൾ അടിച്ചു. സാധാരണ അവൻ അങ്ങനെ അടിക്കാത്തതാണ്, ഒരു റയർ കാര്യമാണ് അവൻ ഹെഡർ ഗോൾ അടിക്കുക എന്നുള്ളത്. ഞാനാണ് വിനിയെ ഡിസ്കവർ ചെയ്തത് എന്നല്ല ഞാൻ പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം വിനി വളരെ ടോപ്പാണ്. ഒബ്വിയസ്ലി ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് എന്നുകൂടി കോച്ച് കാർലോ ആഞ്ചലോട്ടി പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.